Good morning, sir. Yes, Vijayalakshmi, good morning. Good morning, sir. Okay, Ajita, good morning. Good morning, sir. Jeena, good morning. Good Joseph, morning. good morning. Rashida, good morning. ഇതിന് മഴയൊക്കെ ഉണ്ടോ നിങ്ങളുടെ നാട്ടില്? നല്ല മഴയാ സാർ. നല്ല മഴ. വെരി ഗുഡ്, വെരി ഗുഡ്. മഴയുണ്ട് sir. ഓക്കെ 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 ഓക്കെ. ഈ മഴയെ ക്ലാര എന്ന് വിളിച്ച ഒരു സിനിമയുണ്ട്, പറയാമോ ഏതാണ്? നായകനായിട്ട് അഭിനയിച്ചത് മോഹൻലാലാണ്. നായികയായിട്ട് അഭിനയിച്ചത് രണ്ടുപേരുണ്ട്. ഒന്ന് സുമലത, അടുത്തത് പൂർണിമ ജയറാം. പൂർണിമ ജയറാം അല്ല, പാർവതി. യാത്രയാണോ? യാത്രയല്ല, പഴയ സിനിമയാണ് നമ്മുടെ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. തൂവാനത്തുമ്പികൾ കറക്റ്റ് ആണ്. അത് ഡയറക്റ്റ് ചെയ്ത ആളുടെ പേര് ഓർമ്മയുണ്ട്? പത്മരാജനാണോ സാർ? പത്മരാജൻ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. തൂവാനത്തുമ്പികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോവലാണ്. ആ നോവലിന്റെ പേര് ഓർമ്മയുണ്ട്? ആ നോവലിന്റെ പേര് ആർക്കെങ്കിലും? ഒരു നോവലാണ്. ആ നോവല് പിന്നെ സിനിമയാക്കിയത്. അപ്പൊ നോവല് സിനിമയാക്കുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുമല്ലോ, അതൊക്കെ വരും. യെസ്, തൂവാനത്തുമ്പികൾ ഏത് കുങ്കുമം എന്ന് പറയുന്ന വാരികയിൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച് വന്ന ഒരു നോവലായിരുന്നു. അത് പത്മരാജൻ തന്നെ എഴുതിയ നോവലാണ്. ആ നോവലിന്റെ പേര് ഉദകപ്പോള എന്നായിരുന്നു. ആ നോവലാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? തൂവാനത്തുമ്പികൾ എന്ന് പറയുന്ന സിനിമയായിട്ട് മാറിയത്. യെസ്, വീണ്ടും ചില ബുക്കുകൾ സിനിമകളാക്കിയിട്ടുണ്ട്. ബുക്കുകൾ, ആദ്യം നോവല്. നമ്മൾ പഴയകാല സിനിമ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മിക്കതും ഒന്നില്ലെങ്കിൽ അത് നാടകമായിരിക്കും, അല്ലെങ്കിൽ അത് ബുക്കായിരിക്കും. അപ്പോ മിക്ക ബുക്കുകളും സിനിമകളാക്കുമ്പോൾ ബുക്കുകൾ മികച്ചതും സിനിമകൾ അത്ര എത്തിയില്ല എന്ന് പറയുന്ന പല സംഗതികളുണ്ട്. ബുക്കുകൾ വളരെ നല്ലതായിരുന്നു, ബുക്ക് നല്ലതായിരുന്നു, പക്ഷെ സിനിമ അത്രയോട് വന്നില്ല എന്ന് പറയും. അതില് ഒരു വ്യത്യസ്തത വരുന്ന ഒരു സംഗതി, അതായത് ബുക്കിനേക്കാൾ നന്നായിട്ട് സിനിമ എന്ന് നമുക്ക് തോന്നിയത്, എനിക്ക് തോന്നിയത് ഒരു സംഗതി ചെമ്മീനാണ്. ചെമ്മീൻ എന്ന് പറയുന്ന ആദ്യം ഒരു നോവലായിരുന്നു. ആ നോവലിനേക്കാൾ
വായിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ വലിയ ഫീലാണ് ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ കാണുന്നത്. യെസ്. പിന്നെ എം മുഖത്തിന് എഴുതിയിരുന്ന ഒരു പുസ്തകമുണ്ട്. അതിന്റെ പേരാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. വെരി ഗുഡ് റോഷിനി. മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ. അതായത് നമ്മൾ വിദേശീയർ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരെ കാണുന്ന ശത്രുക്കൾ, ബ്രിട്ടീഷുകാരൊക്കെ നമ്മൾ ശത്രുക്കളായിട്ടല്ല കാണുന്നത്. പക്ഷെ അവരിൽ കുറെ ആളുകൾ നല്ലവരുണ്ടായിരുന്നു. അങ്ങനെ വന്ന ഒരു പോർച്ചുഗീസുകാരനായിട്ടുള്ള വ്യക്തി ഇവിടെയുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അങ്ങനെയൊക്കെ ജീവിച്ച ഒരുപാട് ആളുകളുണ്ട്. അത് തലശ്ശേരി, കണ്ണൂർ ഭാഗങ്ങളിൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ. അതാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന് പറയുന്ന ഒരു ബുക്കിന്റെ പേര് മുഖത്തിന്. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇറങ്ങി. ആ സെക്കൻഡ് പാർട്ടിന്റെ പേരാണ് ദൈവത്തിന്റെ വികൃതി. ദൈവത്തിന്റെ വികൃതി. ആ ദൈവത്തിന്റെ വികൃതികൾ എന്ന് പറയുന്നത് പിന്നീട് സിനിമയായിട്ട് ലെനിൻ രാജേന്ദ്രനാണെന്ന് തോന്നുന്നു, അത് രഘുവരൻ അഭിനയിച്ച ഒരു സിനിമയായിട്ട് പിന്നീട് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. യെസ്. ഓക്കെ. അപ്പൊ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ അതിന് ബുക്ക്, ദൈവത്തിന്റെ വികൃതികൾ എന്ന് പറയുന്ന സിനിമയേക്കാൾ നല്ലത് അതിന്റെ ബുക്കാണ്. ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് വളരെ ത്രില്ലാണ്. അതുപോലെ MT വാസുദേവൻ നായർ എഴുതിയ ഒരു ബുക്ക് ഒരു സിനിമയാക്കുന്നതിനുള്ള ചർച്ചയുടെ ഇടയ്ക്ക് അധികം മരിച്ചുപോയി. ആ ബുക്കിന്റെ പേര് ആർക്കെങ്കിലും പറയാമോ? മഞ്ഞളോ? അല്ല, രണ്ടാം മൂഴം അല്ലേ? വെരി ഗുഡ് വിജയലക്ഷ്മി, കറക്റ്റ് ആണ്. രണ്ടാം മൂഴം എന്നാണ് ആ ബുക്കിന്റെ പേര്. ഓക്കെ, രണ്ടാം മൂഴം. രണ്ടാം മൂഴം എന്ന് പറയുന്ന ബുക്കില് പറയുന്നത് ആരെ കുറിച്ചാണ്? ഭീമനെ പറ്റി. വെരി ഗുഡ്. PK ബാലകൃഷ്ണൻ എഴുതിയ വേറൊരു ബുക്ക് ഉണ്ട്, ഇനി ഞാൻ ഉറങ്ങട്ടെ. അതിൽ പറയുന്ന ആരെ കുറിച്ചാണ്? അത് കർണൻ. വെരി ഗുഡ്. അത് പറയുന്നത് കർണനെ കുറിച്ച്. ഓക്കെ, ഞാൻ ഇത് ചോദിച്ചിട്ടുണ്ടെന്നല്ലേ? യെസ്. ഓക്കെ. വെരി ഗുഡ്. അത് കറക്റ്റ് ആണ്. ഇനി ഞാൻ ഉറങ്ങട്ടെ കർണനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. ഒരു ഇപ്പൊ ഞാൻ ഇതര പുസ്തക വായനക്ക് ഇത് കുറവാണ്. പക്ഷേ ഇത് ഒരു ക്രൈസ് ആയിട്ട് കൊണ്ടു നടന്നിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കോളേജ് ജീവിത കാലഘട്ടങ്ങളിലൊക്കെ. യെസ്. അപ്പൊ ആ ഓർമ്മകളിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചത്. യെസ്. അപ്പൊ ജീവിതത്തിന്റെ തിരക്കുകളൊന്നും ഇപ്പൊ വായനയൊക്കെ ഇത്തിരി കുറഞ്ഞു പോയി, എങ്കിലും കുറഞ്ഞതേ ഉള്ളൂ, വായിക്കാറൊക്കെ ഉണ്ട്. യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് ആരംഭിച്ചാലോ മക്കളെ? ആരംഭിക്കുന്നതിന് മുമ്പ് കോമൺ ആയിട്ടൊരു കാര്യം പറയുന്നു. എറണാകുളം ജില്ലയിൽ റെഡ് അലർട്ട് ആണ്. ഏതെങ്കിലും കാരണവശാൽ എപ്പോഴെങ്കിലും ഒരു മുന്നറിയിപ്പില്ലാണ്ട് ഇതങ്ങനെ കട്ടായി പോയാൽ വിചാരിക്കുക സംഭവം ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഇവിടെയൊക്കെ തൊട്ടപ്പുറത്തൊക്കെ മരങ്ങൾ ഇങ്ങനെ വീണിട്ട് ആളുകൾ ദ്രുതകർമ്മസേന ഇങ്ങനെ വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിന്റെ വെള്ളം. ഓക്കെ. അപ്പൊ എന്ത് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. ICUലാണ് രോഗി എന്ന് മാത്രം വിചാരിക്കുക. യെസ്. അപ്പൊ പെട്ടെന്ന് കട്ടായി പോയി കഴിഞ്ഞ് വിഷമിക്കേണ്ട, അത് ഇവിടുത്തെ ടെക്നിക്കൽ വിഷയം കൊണ്ട് സംഭവിച്ചതെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ. ഹു ഈസ് ഡൂയിങ് പ്രയർ? റോഷിനി, ഇന്നത്തെ പ്രാർത്ഥന ആരാണ്? കോർഡിനേറ്റർ അറിയത്തില്ല. കുറെ പേർക്ക് ചാർജ് ഇല്ല എന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു ഫോണില്. കറണ്ടിന്റെ പ്രശ്നമുള്ളവരെ കാരണം ചാർജ് ഒക്കെ ഇറങ്ങി പോയിട്ടേ. ആ സമയത്താണ് വിഷനിലോട്ട് നമ്മൾ കയറി വരുന്നത്. സാറേ ഞാൻ പാടാം, ഒരു പ്രാർത്ഥന അല്ലേ? യെസ്. അതാണ് ചേഞ്ച് അക്കോർഡിംഗ് ടു സർക്കംസ്റ്റൻസസ്. ഞാൻ നിങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് പറയുന്നു. ഞാൻ പ്രാർത്ഥിക്കാം സാർ. യെസ് ജീന, വെരി ഗുഡ്. ജീനയിൽ നിന്നാണ് ഞാനത് വിചാരിച്ചത്. ഓക്കെ, പറഞ്ഞോളൂ ജീന. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചൊരിയണമേ. പുലരുമ്പോൾ മോദ ഞങ്ങൾ കാണുന്നു എങ്ങും നിൻ കാലവൈഭവം. ഇരുളുമ്പോൾ പോലും തേജഗോളങ്ങൾ നിൻ വിരൽ തുമ്പി തിരിയുന്നു. ബുദ്ധിയും സർവശക്തിയും മധ്യനേകിയ ദൈവമേ, വിജ്ഞാന
പ്രതീകമേ നല്ല ബുദ്ധി ഞങ്ങൾ കരുളണേ. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചൊരിയണമേ. താങ്ക് യു. വെരി ഗുഡ് ജീന. ഇതൊരെണ്ണം കയ്യിൽ ഉണ്ടായിട്ടാണോ ജീന? താങ്ക് യു സർ. ഓക്കെ ഞാൻ അതിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അതായത് നമ്മൾ എവിടെ പോകുമ്പോഴും ഒരു വെടിക്കുള്ള മരുന്ന് നമ്മുടെ കയ്യിൽ കരുതും. അത് നിങ്ങളൊരു പരിപാടിക്ക് പോയിടും, അത് പുറത്തെടുക്കണ്ട, ഒന്ന് കരുതി വെച്ചേക്ക്. അത് ഗുണം ചെയ്യും. സാഹചര്യത്തിൽ നിങ്ങൾക്ക് സ്റ്റാർ ആവാൻ പറ്റും. നിങ്ങളിപ്പോ ഒരു പരിപാടിക്ക്, ഒരു കല്യാണ പരിപാടിക്ക് പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം അവിടെ ചെല്ലുമ്പോ എന്നെ ചിലപ്പോൾ നിർബന്ധിക്കാൻ സാധ്യതയുണ്ട്, ഇന്നത് ചെയ്യാൻ പറഞ്ഞു. ചിലപ്പോൾ നിർബന്ധിച്ചില്ലാതെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സാധനം മനസ്സിൽ ഇങ്ങനെ കരുതി വെക്കുക. യെസ്. എന്നിട്ട് നമ്മൾ നിർബന്ധിച്ച് ചെയ്യുമ്പോ എല്ലാവരും നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ പാടുകയാണ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം കൂടെ അലക്കുക. അപ്പൊ അവര് ഞെട്ടും, അയ്യോ ഇപ്പൊ നിർബന്ധിച്ചപ്പോ ഇങ്ങനെ പാടുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വന്നാൽ ഏത് ലെവലായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സാഹചര്യത്തിൽ അങ്ങോട്ട് ഉയരാൻ പറ്റും. എപ്പോഴും നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. എവിടെ പോകുമ്പോഴും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്നിന്റെ സംഗതികൾ വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോ നമ്മളൊന്ന് മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കും. അഥവാ വന്നാൽ എങ്ങനെ ഡീൽ ചെയ്യും. യെസ്, അത് ഒരുപാട് ഗുണം ചെയ്തു ജീവിതം. നിങ്ങളൊക്കെ പിന്നീട് ടീച്ചർമാരൊക്കെ നിങ്ങളിപ്പോ കുറെ കാര്യങ്ങൾ വിളിപ്പിക്കുമ്പോൾ നിങ്ങൾ അത് ഓർക്കണം. അവിടെ ചെന്നാൽ ചിലപ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ ആ സമയത്ത് എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞേക്കാൻ നല്ലത് ഒന്ന് പ്രിപ്പയർഡ് ആയിട്ട് പോവാം. യെസ്, എപ്പോഴും അത് ഇതിൻ്റെ അകത്ത് കേസ് മാത്രമല്ല എല്ലാ കേസിലും അങ്ങനെ റെഡി ആയിട്ടിരിക്കും. ഓക്കെ, ഇനി അടുത്തത്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. പ്രയർ വന്നല്ലോ, ഇനിയിപ്പോ നമുക്ക് തുടങ്ങിയാലോ? വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് എന്താ പറയുന്നു ജീന? ഓക്കെ, റോഷിനി. ഓക്കെ, അപ്പൊ നമുക്ക് ആരംഭിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ടീഷണൽ സെന്റൻസിനെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. കണ്ടീഷണൽ സെന്റൻസ് അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ച് ടെൻസുകളിന്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞു. ആ ടെൻസുകൾ വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത്, നിങ്ങളുടെ കുട്ടി 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചു കഴിഞ്ഞപ്പോൾ അവനോട് നമ്മൾ അവൻ ക്ലാസ്സിൽ പോയിട്ടില്ല അതിന് മുമ്പ് പറയുന്നു, നീ പഠിക്കുകയാണെങ്കിൽ പാസ് ആവും. ഇഫ് യു വർക്ക് വെൽ യു വിൽ പാസ്. ഇതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതാണ് ഇഫ് യു വർക്ക് വെൽ യു വിൽ പാസ്. അപ്പൊ വർക്ക് എന്ന് പറയുന്ന പ്രസന്റ് ടെൻസ് കണ്ടീഷണൽ സെന്റൻസിൽ വന്നു കഴിഞ്ഞ്, അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസിൽ വന്നു കഴിഞ്ഞപ്പോൾ മെയിൻ ക്ലോസിൽ വില്ല് വന്നു. വില്ല്, ഷാല്, മേ, ക്യാൻ ഏത് വേണമെങ്കിലും വരാമെന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചു. ഞാൻ എന്റെ അടുത്ത സ്റ്റെപ്പ് പറയാം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അങ്ങനെ SSLC പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വന്നു, നമ്മുടെ പുത്രൻ അല്ലെങ്കിൽ പുത്രി തോറ്റിട്ട് വീട്ടിൽ വന്ന് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോ അവന്റെ അമ്മ എന്ന രീതിയിൽ നമുക്കുമുണ്ട് വളരെ വിഷമം. പിന്നെ കൈവിട്ടൊന്നും പറയാനും പറ്റൂല. വല്ല ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പണിയാണല്ലോ എന്ന് വെച്ചിട്ട് ദേഷ്യം ഉണ്ടെങ്കിലും അത് അധികം പുറത്ത് പ്രകടിപ്പിക്കാതെ നമ്മൾ പറയണം, നീ പഠിച്ചിരുന്നെങ്കിൽ പാസ്സായത്. സെന്റൻസ് മാറിയിട്ട SSLC പരീക്ഷയ്ക്ക് 10ാം ക്ലാസ്സിന്റെ ആയപ്പോൾ നമ്മൾ പറഞ്ഞത് നീ പഠിക്കുകയാണെങ്കിൽ പാസ്സാകും. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുന്നത് നീ പഠിച്ചിരുന്നെങ്കിൽ പാസ്സായത്. കാരണം നിന്നേക്കാളും ബുദ്ധി കുറഞ്ഞാലും മറ്റേ കുട്ടി, അപ്പൊ അവള് പാസ്സായി. അപ്പൊ നീ പഠിക്കാഞ്ഞിട്ടല്ലേ, അപ്പൊ നീ പഠിച്ചിരുന്നെങ്കിൽ പാസ്സായേനെ. അതാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇഫ് യു വർക്ക് എന്നുള്ള എഴുതിക്കോ. ഇഫ് യു വർക്ക് എന്നുള്ളതിന് പകരം അതിന്റെ പാസ്റ്റ് ടെൻസ് എഴുതുക. ഇഫ് യു വർക്ക്ഡ്, WORKED, WORKED. വർക്ക്ഡ് വെൽ, WELL, വെൽ. പിന്നെ ഒരു ഡാഷ് ഇട്ടു. ഓക്കെ, നമുക്കത് പൂരിപ്പിക്കാം. ഓക്കെ, ഇഫ് യു വർക്ക്ഡ് വെൽ, അതിന് മുമ്പ് എഴുതിയ വാചകത്തിൽ നമ്മൾ എഴുതിയ വർക്ക് എന്നായിരുന്നു, പ്രസന്റൻസ് ആയിരുന്നു. ഇപ്പൊ ഞാൻ ഇഫ് യു വർക്ക്ഡ് വെൽ എന്ന് പറഞ്ഞപ്പോ ഗ്രീഷ്മ അത് ഏതായി ടെൻസ്? ഇഫ് യു വർക്ക്ഡ് വെൽ എന്ന് പറയുമ്പോൾ ഗ്രീഷ്മ ടെൻസ് ഏതായി? If you worked past tense. പാസ്റ്റ് ടെൻസ്. വെറുതെ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, കാരണം കുറെ പാസ്റ്റുകൾ കിടപ്പുണ്ട്. പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പാസ്റ്റ്, 4 പാസ്റ്റ് കിടപ്പുണ്ട്. അതിൽ ഏത് വേണം?
സംഗതി പാസ്റ്റ് ആണ്. ഈ 4 പാസ്റ്റിൽ ഏത് വരും? സാറിന്റെ ഇപ്പൊ ഈ 4 പാസ്റ്റ് പറയേണ്ട വല്ല കാര്യമുണ്ട്? ഞാൻ പാസ്റ്റ് എന്ന് പറഞ്ഞതല്ലേ, അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ അത് വിഷ്മ, അത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയാം. സിമ്പിൾ പാസ്റ്റ്. കാരണം സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, നോക്കി. ഞാൻ ഓണാക്കാൻ കാത്തിരിക്കുന്നോട് ചോദ്യം ചോദിക്കാൻ. യെസ്, ഇഫ് യു സബ്ജക്റ്റ് വർക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വർക്ക്ഡ്. WORKED, വർക്ക്ഡ്. ഞാനേ എടവനക്കാട് ഭാഗത്ത്, എറണാകുളം ജില്ല കുഴപ്പമില്ല, അപ്പൊ എടവനക്കാട് ഭാഗത്ത് വല്ല കുഴപ്പങ്ങളുണ്ടായെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ്. ആളൊക്കെ ജീവനോടെ അവിടെയൊക്കെ വല്ല കുഴപ്പമുണ്ടോ? ഇവിടെ ഭയങ്കര കാറ്റ് മഴയാണ്. ഇവിടെയൊക്കെ നല്ല മഴയാണ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇഫ് യു വർക്ക്ഡ് പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അപ്പുറത്ത് വില്ല് വെച്ച തെറ്റാണ്. അപ്പൊ ചെറിയൊരു മാറ്റം ഇവിടെ വരും. ഞാനിത് കോമൺ ആയിട്ട് ഇവിടെയാണ്, ആർക്കെങ്കിലും വേണമെങ്കിൽ പൂരിപ്പിക്കാം. ഇഫ് യു വർക്ക്ഡ് ഹാർഡ് എന്നാണെങ്കിൽ ബാക്കിയുള്ള പൂരിപ്പിക്കാം, ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. തെറ്റിയാലും കുഴപ്പമില്ല, ആർക്ക് വേണമെങ്കിൽ പൂരിപ്പിക്കാം. സാർ അവിടെ വില്ല് വെച്ച് പറയരുതെന്നാണോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് തരാം. ആദ്യം റോഷിനി പറയൂ, അത് കഴിഞ്ഞതിന് ശേഷം ഫാത്തിമത്തോട് വരാം. പറഞ്ഞു. സാർ വില്ല് വെച്ച് പറയരുതെന്നാണോ പറഞ്ഞത്? ആ, ഓക്കെ ഓക്കെ ഓക്കെ. വില്ല് വെച്ച് പറയണമെങ്കിൽ പ്രസന്റേഴ്സ് ആയിരിക്കണം, സപ്പോർട്ടേറ്റീവ് ക്ലോസ് പറയണം. ഇവിടെ പാസ്റ്റ് ടെൻസ് ആയി. അപ്പൊ വില്ല് വെച്ചാൽ തെറ്റാണ്. ഓക്കെ, ഫാത്തിമത്തിന് എന്ത് തോന്നുന്നു? യു വുഡ് പാസ് എന്നായിരിക്കും. യു വുഡ് പാസ് എന്നായിരിക്കും എന്ന് പറയുന്നു. ഉറപ്പില്ല, അല്ലെങ്കിൽ ഉറപ്പിച്ച? ഉറപ്പിക്കാം. ഓക്കെ ഫാത്തിമത്തെ, യു ആർ റൈറ്റ്, വെരി ഗുഡ്. അതായത് അവിടെ വരേണ്ടത് വുഡാണ്, വില്ല് വരരുത്. നേരത്തെ നമ്മൾ വില്ല് വരാം, ഷാല് വരാം, ക്യാൻ വരാം, മേ വരാം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പറഞ്ഞു ചിലത് വരരുതെന്ന് പറഞ്ഞു, നേരത്തെ പറഞ്ഞ വാചകത്തിൽ കേട്ടോ. ഇത് വില്ലിന്റെ കണ്ടീഷണൽ ഫോമായ വുഡ് വരരുത്, ഷാലിന്റെ കണ്ടീഷണൽ ഫോമായ ഷുഡ് വരരുത്, ക്യാനിന്റെ കണ്ടീഷണൽ ഫോമായ കുഡ് വരരുത്, മേയുടെ കണ്ടീഷണൽ ഫോമായ മൈറ്റ് വരരുത് എന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ പറഞ്ഞ സെന്റൻസിൽ എന്തൊക്കെയാണോ വരരുതെന്ന് പറഞ്ഞത് ആ സംഗതികളാണ് ഇതിൻ്റെ അകത്ത് വരും. അപ്പൊ ഇതിൻ്റെ അകത്ത് എന്ത് വരാം? നേരത്തെ ഫാത്തിമത്ത് പറയാം, വുഡ് വെച്ച് പറയാം, കുഡ് വെച്ച് പറയാം, ഷുഡ് വെച്ച് പറയാം, മൈറ്റ് വെച്ച് പറയാം. ഇതിൻ്റെ അകത്ത് അങ്ങനെ പറയണം. അപ്പൊ ഇഫ് യു വർക്ക് ഹാർഡ് ആണെങ്കിൽ യു വുഡ് പാസ്. അതിന്റെ അർത്ഥം എന്താണ്? നീ പഠിച്ചിരുന്നെങ്കിൽ പാസ്സായനെ. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്, പഠിച്ചിരുന്നെങ്കിൽ പാസ്സായനെ. ഇഫ് യു വർക്ക് യു വിൽ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പഠിക്കുകയാണെങ്കിൽ പാസ്സാകും. ഇതങ്ങനെയല്ല, പഠിച്ചിരുന്നെങ്കിൽ പാസ്സായി. അങ്ങനെ കഴിഞ്ഞു പോയ സംഭവം നമ്മൾ പറയും. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഓക്കെ, ഇനി ഞാൻ വേറൊരു വാചകം പറയാണ്, എഴുതിക്കോളൂ. If you took took the book, if you took the book dash. Okay, ഇവിടെ നോക്കിയേ. If you took, take present tense ആണ്, അതിന്റെ past tense ആണ് എന്ത്? took. അപ്പൊ ഇവിടെ സിമ്പിൾ പാസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അപ്പുറത്ത് എന്ത് വേണം? വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ്. ഇവിടെ സെന്റൻസ് നിങ്ങൾ പൂരിപ്പിക്കും. സെന്റൻസിൽ അടുത്ത് നോക്കിയേ. ഇഫ് യു ടുക്ക് ദ ബുക്ക്, നീ ബുക്ക് എടുത്തെങ്കിൽ, ബാക്കി നിങ്ങൾക്ക് പൂരിപ്പിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് 25 പേരുണ്ട്. 25 പേർക്ക് 25 തരത്തിൽ പൂരിപ്പിക്കാം. ഓരോരുത്തർക്കും അവരവരുടെ ഭാവന അനുസരിച്ച് പൂരിപ്പിക്കും. വുഡ് വന്നം, കുഡ് വന്നം, ഷുഡ് വന്നം, മൈറ്റ് വന്നം. ഇതേ വരാവും. ഇത്രയും വാക്ക് കഴിഞ്ഞാൽ പ്രസന്റൻസ് ഉപയോഗിക്കാറുണ്ട്. അത് വലിയ ഉപയോഗിക്കുന്ന പോലെ.
ആരുടെ ഒന്നും പറയാത്ത നീ ബുക്ക് എടുത്ത് പറഞ്ഞോളൂ. ഞാൻ പറയാം, പക്ഷെ വഴക്ക് പറയുന്നുണ്ട് ഇംഗ്ലീഷ്. വഴക്ക് പറയുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് സ്കോൾഡ്, SCOLD, സ്കോൾഡ്, ശകാരിക്കുക. If you took the book, you might escape from your teacher's scold. You might escape from your Teacher's scold. scolding. Yes. Okay. Scolding. Correct ആണ്. Yes. Very good, very good. ഞാൻ വിചാരിച്ചതേ ഞാൻ പറയാം ആരും വഴക്ക് പറയരുത് എന്ന് പറയുകയാണ് മാധ്യമം എന്നാണ് വിചാരിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചത് അതിനിവിടെ ആരാണ് നമ്മൾ വഴക്ക് പറയാറ്? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഫാത്തിമത്തെ, വെരി ഗുഡ്, വെരി ഗുഡ്. Thank you, sir. യെസ്. ഇനി ആർക്കെങ്കിലും നീ ബുക്ക് എടുത്തെങ്കിൽ ഞാൻ എന്റെ പൈസ കൊടുക്കാം, നീ ബുക്ക് എടുത്തെങ്കിൽ ഞാൻ വായിച്ചോളാം. If you took the book, you will read it. You would read it. You would read it. You would read. Correct ആണ്. If you took the book, you would read. നീ ബുക്ക് എടുത്തെങ്കിൽ നീ ഇത് വായിച്ചേ. Yes. If you took the book, I could pay the money. Okay, correct ആണ് ജീന. If you took the book, I could pay the money. നീ ബുക്ക് എടുത്തെങ്കിൽ എനിക്ക് അതിന്റെ പൈസ കൊടുക്കാൻ കഴിഞ്ഞാല്. Okay, very good, very good. Yes. Sir, പറഞ്ഞോളൂ നിന്റെ. if you took the book, you should study. Very good. If you took the book, you should study. നീ ബുക്ക് എടുത്തെങ്കിൽ പഠിച്ചേ, നീ ബുക്ക് എടുത്തൂല പഠിക്കുകയും ചെയ്തില്ല. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, കറക്റ്റ് ആണ് നിന്റെ. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ അതിന്റെ ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ഓക്കെ. യെസ്. അടുത്ത എഴുതിക്കോ. If they ordered, ORDERED, ordered cake, 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 comma, dash. If they, അതുള്ളൂട്ടാ, പൂരിപ്പിച്ചോ. If they ordered, and order എന്നുള്ളതിന്റെ past tense ആണ് ordered. If they ordered the cake, അവർ കേക്ക് ഓർഡർ ചെയ്തെങ്കിൽ, ബാക്കി ഒന്ന് പൂരിപ്പിച്ചു. അപ്പൊ അപ്പുറത്ത് വുഡ് വല്ലം, ഷുഡ് വല്ലം, വുഡ് വല്ലം പറക്കരുത്. They should pay the bill. They should pay the bill. Okay, റോഷിനി കറക്റ്റ് ആണ്. If they ordered cake, they should eat it. They could eat. Yes, കറക്റ്റ് ആണ്. അവർ ഓർഡർ ചെയ്തെങ്കിൽ അവർ തിന്നാൻ കഴിഞ്ഞാല്. ഓക്കെ, കറക്റ്റ് ആണ്. ഫുഡ് വന്നാൽ തന്നെ ശരിയായി അവിടെ. യെസ്, ക്യാൻ വരരുത്, ഫുഡ്. പറഞ്ഞോളൂ. If they ordered cake, the party should color. എന്താണ് ഉദ്ദേശിച്ചത്? പാർട്ടി കളർ ആയാലും കളറത്. അപ്പൊ അതിനകത്ത് നമുക്ക് ഒരു സംഗതി, ഒരു ബി കൂടി ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാലാണ് പാർട്ടി ആയിട്ട് നമ്മൾ കളറാത്. ഒരു ബി, അത് ഒരു പാസീവ് വോയിസോട്ട് വരേണ്ടത്. പാർട്ടി എന്ന് പറയുന്ന ആള് കളറാക്കിയല്ല, പാർട്ടിയാണ് കളറാക്കുന്നത്. അപ്പൊ പാസീവ് വോയിസ് ആയി. അതുകൊണ്ടാണ്. ഓക്കെ, ഷുഡ് ബി കളർ. If they ordered the cake, they could share with us. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അത് വളരെ ജനകീയമായിട്ടാണ് പറഞ്ഞത് അല്ലെ. അവര് കേക്ക് ഓർഡർ ചെയ്തെങ്കിൽ നമ്മളുമായിട്ട് അത് പങ്കുവെച്ചേന്. യെസ്, കറക്റ്റാണ്. നിങ്ങൾ പറയുന്ന ഭാവനകളൊക്കെ കറക്റ്റാണ്. അതല്ല മറ്റു ടീച്ചർമാരൊക്കെ പറയുന്നത് വളരെ ഭാവന ഉള്ള പിള്ളേരാണ് MP9 പിള്ളേര്. നുണ പറഞ്ഞല്ലോ പക്ഷേ 10 കറക്റ്റാ. അല്ലാതെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി അഹങ്കാരം കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയേണ്ടതാണ്. പിന്നെ ഇപ്പൊ അത് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്.
യെസ്. ഓക്കെ 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 പറയൂ. If they ordered the cake, we could enjoy the party. We could enjoy the party. Very good, very good, very good. Correct ആണ്. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞപ്പോ കണ്ടീഷണൽ സെന്റൻസ് തരികയും അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് തരികയും മെയിൻ ക്ലോസ് നിങ്ങൾ എഴുതുകയും ചെയ്തു. ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. ഞാൻ ഇനി പറയുന്നതിൽ മെയിൻ ക്ലോസ് തരികയും സബോർഡിനേറ്റ് ക്ലോസ് എഴുതാനായിട്ടുള്ള ഡാഷും പറയുകയും ചെയ്യും. ഒരു ചേഞ്ച് ഞാൻ മാറ്റി പിടിക്കണം. അടുത്തത് ആദ്യം ഒരു ഡാഷ്, കോമ. I would tell you. Okay, I would tell you. ഞാൻ നിന്നോട് പറഞ്ഞേനെ. ഇത്രയുള്ളൂ. I would tell you means ഞാൻ നിന്നോട് പറഞ്ഞേനെ. അപ്പുറത്ത് നിങ്ങൾ പൂരിപ്പിക്കണം. അപ്പൊ അവിടെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ മറക്കരുത്. പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അതാണോ? If you asked me. കറക്റ്റ് ആണ്. If you asked me, I would tell you. എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. യെസ്, എന്നോട് ചോദിച്ചില്ല, ഞാൻ പറഞ്ഞില്ല. അല്ലേ? സത്യമത എന്ന് പറയുന്ന പോലെ. If you called me എന്ന് പറയാവോ? കറക്റ്റ് ആണ്. If you called me, I would tell you. നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. കറക്റ്റ് ആണ്. Called, CALLED. യെസ്. സത്യമത എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് മലയാളത്തിൽ. അതായത് നമുക്ക് ഒരുപാട് സത്യങ്ങൾ അറിയാൻ പറ്റും. അതൊക്കെ വിളിച്ചു പറയണമെന്നുള്ളതല്ല, നമുക്കറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ മനസ്സിലിരിക്കണം. പറയുമ്പോ സത്യമേ പറയാവൂ. സത്യം വധ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന സത്യങ്ങൾ വിളിച്ചു പറയണമെന്നല്ല, അത് ചില സത്യങ്ങൾ അപ്രിയ സത്യങ്ങളായിരിക്കും. അപ്പൊ അത് പുറത്ത് പറയേണ്ടത്. പക്ഷെ പറയേണ്ടി വരുന്ന സമയത്ത് സത്യമേ പറയാം. യെസ്. ഓക്കെ, ഇനി ആരെങ്കിലും? ജ്യോതിലക്ഷ്മി പറയ, ഒരു സെന്റൻസ് ഒക്കെ പോരട്ടെ. മഴയൊക്കെ അല്ലേ? മഴയായിട്ട് പനി പിടിച്ചിരിക്കുക, അതുകൊണ്ട് ഞാനെങ്ങനെ തിരിയിരുന്നു. ഓക്കെ ഓക്കെ, എന്നാ അവിടെ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരുന്നാ മതി. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. സാർ ഒരെണ്ണം ചോദിച്ചു, ഒരെണ്ണം പറഞ്ഞോട്ടെ. ഒരു ഡൗട്ട്. ഇഫ് യു അക്സെപ്റ്റഡ് മീ, അത് വരുമോ? ഐ വുഡ് ടെൽ യു, അത് വരുമോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. എന്നെ സ്വീകരിച്ച്, എന്നെ നിങ്ങൾ അംഗീകരിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാൽ. ഓക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അക്സെപ്റ്റഡ് എന്നാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പാസ്റ്റ് ടെൻസ്. യെസ്. ഓക്കെ, അപ്പൊ അടുത്തേക്ക് കിടക്കട്ടെ. യെസ്, അപ്പൊ അടുത്തേക്ക് കിടക്കണം. അപ്പൊ ഇത് ഞാൻ പറയുന്നില്ല. അപ്പൊ ഒരു ക്യാപ്ഷൻ പോലെ ഞാൻ പറയുന്നത്, ഇഫ് യു വർക്ക് ഹാർഡ്, ഇഫ് യു വർക്ക് വെൽ യു വിൽ പാസ്. ഇഫ് യു വർക്ക് വെൽ യു വുഡ് പാസ്. ഈ മൂന്നാമത്തിലോട്ട് പോവേണ്ട. അത് ഇതാണ്. എഴുതിക്കോ. ഇഫ് യു had worked, WORKED, worked well. If you had worked well, comma, dash, നടന്നിട്ടെ. ഓക്കെ, ഞങ്ങൾ മൂന്നാമത്തിലോട്ട് വരികയാണ്. ഇഫ് യു ഹാഡ് വർക്ക്ഡ് വെൽ, കോമ, ഡാഷ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ചോദിക്കുകയാണ്, അശ്വതി, ഈ ഇഫ് യു ഹാഡ് വർക്ക്ഡ് വെൽ എന്ന് പറയുമ്പോൾ അതിന്റെ ടെൻസ് ഏതാണ്? നമ്മൾ പറഞ്ഞിട്ടുള്ള ടെൻസ് വരുമെന്ന് പറയാമോ? സിമ്പിൾ പാസ്റ്റ് ആണ് സർ. ഒന്നുകൂടി നോക്ക്. അത് ഒറ്റയടിക്ക് അങ്ങോട്ട് പോയി. ഒന്നുകൂടി നോക്ക്. ഉറപ്പിച്ചോ? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉറപ്പിച്ചോ? ഓക്കെ 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 അശ്വതി. ഓക്കെ, നിൽക്കട്ടെ. യെസ്, റിൻഡ എന്ത് പറയുന്നു? പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ അശ്വതിക്ക് പറ്റിയത് എന്താണെന്നറിയാമോ? അശ്വതി WORKED മാത്രം നോക്കിയുള്ളൂ. അതിന്റെ തൊട്ടിപ്പുറത്തൊരു ഹാഡ് കിടപ്പുണ്ടായി. ആ ഹാഡിലോട്ട് അശ്വതി ശ്രദ്ധ പോയില്ല. ഹാഡ് കഴിഞ്ഞതിന് ശേഷം
പിന്നെ വരുന്നത് വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ്. മൂന്നാമത്തെ ഫോം സെയിം ആയിരിക്കും. ഇത് തന്നെയാണ്. ഓക്കെ 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 ശരി, കുഴപ്പമില്ല. അപ്പോ നമുക്ക് പറയാൻ പറ്റും അത് എന്ത് ടെൻസ് ആണ്? അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. എന്തുകൊണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു? കാരണം സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പിന്നെ വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ ഇവിടെ സബോർഡിനേറ്റ് ക്ലോസിൽ വന്നിരിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് എന്ത് വരും? എങ്ങനെ വരും? ആർക്ക് വേണമെങ്കിൽ പൂരിപ്പിക്കാം. ഫാത്തിമത്തെ ശ്രമിച്ചോളൂ. നേരത്തെ പറഞ്ഞപ്പോ ശരിയായതാണ്. വർക്ക്ഡ് പാസ്റ്റ് ആയതുകൊണ്ട് എന്തായാലും വുഡ് കുഡ് അങ്ങനെ ആയിരിക്കും. ഹാഡ് വന്നതുകൊണ്ട് യു വുഡ് ഹാവ് പാസ്ഡ് ആയിരിക്കും. യു വുഡ് ഹാവ് പാസ്ഡ് അല്ലേ? ഓക്കെ, അവിടെ നിൽക്കട്ടെ. യെസ്. ഇനി വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലൂടെ വരാം. അപ്പോ ഫാത്തിമത്തെ യു ആർ റൈറ്റ്, വെരി ഗുഡ്. യെസ്, നമുക്ക് നോക്കാം. നോക്കിയേ, ഇങ്ങനെ സബോർഡിനേറ്റ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഇപ്പുറത്ത് പറയേണ്ടത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് പറയേണ്ടത്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. അപ്പൊ നോക്കിയേ, ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിയേ. നമ്മൾ എഴുതിയിരിക്കുന്നതിൽ ഉണ്ടാവും സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് പ്ലസ് ഹാവ് പ്ലസ് വെർബ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതല്ലേ എഴുതിയേക്കണത്? അതിന്റെ ബുക്കിന്റെ ബാക്കിൽ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് കാണുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് പ്ലസ് ഹാവ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ആ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ കണ്ടീഷണൽ ഫോം ഉപയോഗിക്കണം. ഞാൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആദ്യം അത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അതിന്റെ കണ്ടീഷണൽ ഫോം. അപ്പൊ കണ്ടീഷണൽ ഫോം എന്ന് പറയുമ്പോൾ എന്ത് വരും? വില്ലെന്നാണെങ്കിൽ വുഡ് എന്നാക്കണം, ഷാലെന്നാണെങ്കിൽ ഷുഡ് എന്നാക്കണം, ക്യാനെന്നാണെങ്കിൽ കുഡ് എന്നാക്കണം, മേന്നാണെങ്കിലും മൈറ്റ് എന്നാക്കണം. യെസ്. അപ്പൊ ഇവിടെ എന്ത് വരും? ഇഫ് യു ഹാഡ് വർക്ക്ഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ്. അപ്പൊ ഇതിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാമോ? നമ്മൾ ആദ്യം പറഞ്ഞു SLC പരീക്ഷ 10ാം ക്ലാസ് തൊട്ട് ആയപ്പോ പറഞ്ഞു, 10 റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു, പിന്നെ റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞ് 1-2 മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവരുമായിട്ടൊക്കെ വർത്താനം പറയുമ്പോൾ അതിന്റെ ഗ്രാവിറ്റി ഒക്കെ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയില്ലേ, നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ പാസ്സായിട്ടുണ്ടായിരുന്നേനെ. കേട്ടോ, നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ പാസ്സായിട്ടുണ്ടായിരുന്നേനെ. അതാണ് ഈ സംഗതി. ഇഫ് യു ഹാഡ് വർക്ക്ഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ്. നീ പാസ്സായിട്ടുണ്ടായിരുന്നേനെ. അപ്പൊ ഇത് 3 നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഗുളിക പോലെ ഓർത്തിരിക്കുക. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഇഫ് യു ഹാഡ് വർക്ക് യു വുഡ് ഹാവ് പാസ്ഡ്. അതൊരു ഗുളിക, ഒരു ടാബ്ലറ്റ് പോലെ നമ്മൾ ഓർത്തിരിക്കുക. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഇഫ് യു ഹാഡ് വർക്ക് യു വുഡ് ഹാവ് പാസ്ഡ്. എന്റെ മക്കളെ, നിങ്ങളുടെ മക്കള് പരീക്ഷയ്ക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ഈ സാധനം വരുന്നുണ്ട്. അവിടെയൊക്കെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു വാചകം ബാക്കി ഒരു ഡാഷ് ഇട്ടേക്കണ കാണാം. ആ ഡാഷ് ഇട്ട സ്ഥലത്ത് പൂരിപ്പിക്കുമ്പോൾ അതിന്റെ തൊട്ട് ഇപ്പുറത്തുള്ള ടെൻസ് നോക്കണം ഏതാണെന്ന്, എന്നിട്ട് വേണം പൂരിപ്പിക്കാൻ. യെസ്. അപ്പോ ആ സംഗതി, പക്ഷേ കുട്ടികൾക്ക് അതിന്റെ നിയമം അറിയില്ല. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, എന്തുകൊണ്ടാണ് അറിയില്ല. അപ്പോ നിങ്ങളെ 9-ലോ 8-ലോ 10-ലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഇതേ മോഡലുള്ള വേറെ സംഗതി കിടപ്പുണ്ട്. ഇത് തന്നെയാണ് സംഗതി അത്, പക്ഷെ അത് വേറെ മോഡലാണ് ചോദിക്കുന്ന മാത്രമേ. നമ്മളിപ്പോ അതിന്റെ കാരണം സഹിതം പറയുന്നു. ഇത് ഇന്നതാണ് അതിന്റെ വിഷയം, ഇന്ന ടെൻസ് വന്നുകൊണ്ടാണ് ഇപ്പഴത്തേക്ക് ഇന്ന് വന്നത്. ഒരു പക്ഷെ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെ ഇത് വരുമ്പോൾ അപ്പുറത്ത് വിദ്യാർത്ഥിന് അങ്ങനെ പറയുന്നതല്ല. നമ്മൾ അതാണ് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത്. കാരണം നിങ്ങൾ ഇനി ടീച്ചർമാരാണ്, നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരാണ്. യെസ് അല്ലേ? അപ്പോ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഇതിന്റെ സംഭവം, നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് പറയുന്നത്. യെസ്. അപ്പോ സർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ രണ്ടാമത്തെ കണ്ടീഷനില് മെയിൻ ക്ലോസിൽ വുഡ് കഴിഞ്ഞിട്ട് വീന്റെ ഫസ്റ്റ് ഫോമാ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് പാസ്റ്റ് അല്ലേ പറയുന്നത്? അപ്പോ വുഡ് വരുമ്പോ ഒരു എക്സാമ്പിൾ പറയാം. ഒരുപാട് ഉപയോഗങ്ങളും വുഡിനുണ്ട്. ഫാത്തിമത്ത് ചായയാണ് കാപ്പിയാണ് കുടിക്കാറ്? ചായ.
അപ്പൊ ചായ കുടിക്കുന്ന സ്വഭാവമാണ് ഫാത്തിമത്തിനുള്ളത്. അപ്പൊ ഫാത്തിമത്തിന് പറയാം ഐ ഡ്രിങ്ക് ടീ. അപ്പൊ അത് കേൾക്കുമ്പോ എനിക്ക് മനസ്സിലാവും ഫാത്തിമത്തിന് ചായ കുടിക്കുന്ന സ്വഭാവമുണ്ട്. ഐ ഡ്രിങ്ക് ടീ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഐ സബ്ജക്ട്, ഡ്രിങ്ക് പ്രസന്റ് ടെൻസ്. ഓക്കെ. ഫാത്തിമത്ത് എന്നോട് പറയുന്നത്, ഫാത്തിമത്ത് പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് ഐ വുഡ് ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഇപ്പൊ ചായ കുടിക്കുന്നില്ല, മുമ്പ് എനിക്ക് ചായ കുടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഐ വുഡ് ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഒരാൾ നിങ്ങളോട് പറയുന്നത് ഐ വുഡ് യൂസ് മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൊബൈൽ ഉപയോഗിക്കുന്നല്ല, ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നില്ല, പക്ഷെ ഞാൻ ഉപയോഗിച്ചിരുന്നു എന്നർത്ഥം. വുഡ് പ്ലസ് പ്രസന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാസ്റ്റ് ടെൻസിൽ ഉണ്ടായ ഒരു ഹാബിറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കും. വുഡിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇത് നമുക്ക് പോകെ നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ നമ്മളെ ഗ്രാമർ ഇപ്പൊ കണ്ടീഷൻ സെന്റൻസ് പറയാൻ വേണ്ടി പറഞ്ഞാണ് വുഡ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റൻസ് മതി. ഒരു കാര്യം കൂടി ഞാൻ ഇതിന്റെ കൂടെ ചോദിച്ചുകൊണ്ട് പറയാം. നമ്മള് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പ്രസന്റ് ടെൻസിന് മുന്നിൽ വില്ലിലെ ചേർക്കണേ. വില്ല് പറഞ്ഞതിന് ശേഷം പ്രസന്റ് പറയുമ്പോൾ അതെന്തായി ഫ്യൂച്ചറായി. ഓക്കെ, ഗോ പോകുക, വിൽ ഗോ പോകും, ടേക്ക് എടുക്കുക, വിൽ ടേക്ക് എടുക്കും, ജമ്പ് ചാടുക, വിൽ ജമ്പ് ചാടും. കണ്ട, അപ്പൊ ആ പ്രസന്റ് ടെൻസിന്റെ മുന്നിൽ വില്ല് വന്നു കഴിഞ്ഞപ്പോൾ അതെന്തായി ഫ്യൂച്ചറായി. അതുപോലെ ഈ പ്രസന്റ് ടെൻസിന്റെ മുന്നിൽ കണ്ടീഷണൽ ഫോം വരുമ്പോൾ അത് കഴിഞ്ഞു പോയ സംഭവം. യെസ്, അപ്പൊ ഇത് വേറൊരു ഞാൻ കണ്ടീഷണൽ ഫോം എന്നാണ് പറഞ്ഞത്. ഇനി കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി വില്ല് എന്നുള്ള പാസ്റ്റ് ടെൻസ് വുഡ് എന്നുള്ള രീതിയിൽ ആലോചിച്ചു. ഓക്കെ, അപ്പൊ കറക്റ്റ്, സംശയം മാറിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്, ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്, ഇഫ് യു ഹാഡ് വർക്ക് യു വുഡ് ഹാവ് പാസ്. ഇത് ഞങ്ങളൊരു ക്യാപ്ഷൻ പോലെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഫാത്തിമത്തെ തന്നെ വിളിക്കാം. ഇത് മൂന്ന് കൊണ്ട് തിരിച്ചു പറഞ്ഞു എനിക്ക് പറഞ്ഞത് ഈ എക്സാമ്പിളാ ആ. സർ പറഞ്ഞത് എക്സാമ്പിൾ തന്നെയാ. If you work hard, you will pass. If you work hard, you will pass. If you worked hard, you would pass. If you had worked well, you would have passed. Okay, okay, okay. ഇനി അമൃത. Yes, sir. പറഞ്ഞോളൂ. അമൃത പറഞ്ഞോളൂ. Yes, sir. ഇതിപ്പോ ഈ നമ്മുടെ പറഞ്ഞത് തിരിച്ചു പറയും. If you work hard, you will pass. If you worked hard, you would pass. If you had worked, you would have passed. ഒരാൾ കൂടി പറഞ്ഞോളൂ. ആര് പറയും? അതൊരു ക്യാപ്ഷൻ ആണ്, മറക്കരുത് കേട്ടോ. പറഞ്ഞോളൂ ജീന. If you work hard, you will pass. If you worked well, you would pass. If you had worked well, you could have success. You would have passed. You would have passed. Okay, okay. ഓക്കെ, അത് ഒരു ക്യാപ്ഷൻ പോലെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദ്യം വരും. ഈ ചോദ്യം വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് പറയാം. എക്സാമ്പിൾ ഇങ്ങനെ വരും. ഇഫ് യു വർക്ക് വെൽ യു പാസ് എക്സാമിനേഷൻ. എന്നിട്ട് ആ പാസ് എന്നുള്ളത് ബ്രാക്കറ്റ് കൊടുത്തു. അതിന്റെ അടിയിൽ വിൽ പാസ്, പാസ് ഓക്കെ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെയായിരിക്കും അതിന്റെ ചോദ്യം വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഹാർഡ് വർക്കിനുമായി ബന്ധപ്പെട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഹാർഡ് വർക്കിന്റെ ഒന്ന് എക്സാമ്പിൾ ഒന്ന് ചെയ്യാം. എഴുതിക്കോളൂ. ഇഫ് യു ഹാഡ് കം ടു മൈ ഹോം, ഇഫ് യു ഹാഡ് കം ടു മൈ ഹോം, കോമ ഡാഷ്. യെസ്, ഇത്രേ ഉള്ളൂ. ഹാഡ് ഉണ്ട്, പിന്നെ കം എന്ന് പറയുന്ന വാക്കിന്റെ പാസ്റ്റ് പറയും. കം, കെയും കം താണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കം ആണ് കേട്ടോ. അപ്പൊ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അപ്പുറത്ത് എന്ത് വന്നം? ഒന്നില്ലെങ്കിൽ ഷുഡ് ഹാവ് വന്നം, അല്ലെങ്കിൽ വുഡ് ഹാവ് വന്നം, അല്ലെങ്കിൽ കുഡ് ഹാവ് വന്നം, അല്ലെങ്കിൽ മൈറ്റ് ഹാവ് വന്നം. അത് കഴിഞ്ഞ് വരപ്പിന്റെ മൂന്നാമത്തെ ഫോം വരും. യെസ്, ഓക്കെ. ഇഫ് യു ഹാഡ് കം ടു മൈ ഹോം, നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ഇഷ്ടമുള്ള യു വുഡ് ഹാവ് കം ടു മൈ ഹോം, നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ.
If you had come to my home, you could have lunch with me. ഓക്കെ, അത് ഒരു വാക്കോട് വിട്ടുപോയിട്ടുണ്ട്. റിൻഡ പറഞ്ഞതില് ചെറിയൊരു കാര്യം കൂടി കറക്റ്റ് ചെയ്യാനുണ്ട്. റിൻഡ പറഞ്ഞതിന്റെ പേരാണ് I would have treat. ഐ വുഡ് ഹാവ് ട്രീറ്റ് എന്ന് പറഞ്ഞ പ്രസന്റൻസ് ആണ്, അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഐ വുഡ് ഹാവ് ട്രീറ്റഡ് യു, TREATED കേട്ടോ. വുഡ് ഹാവ് കഴിഞ്ഞാൽ പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞ ജീനയല്ലേ പറഞ്ഞേ? അല്ല, ഫാത്തിമത്തല്ല പറഞ്ഞേ? Yes, sir. ജീന പറഞ്ഞ ഒന്നുകൂടി പറഞ്ഞേ. If you had come to my home, you could have lunch with me. ഓക്കെ, അത് കറക്റ്റ് ആണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടെൻസ് ഇവിടെ വന്നില്ല. അവിടെ വരുന്നത് ഇങ്ങനെ നോക്കി, അതിന്റെ അകത്ത് വെർബിന്റെ മൂന്നാമത്തെ ഫോം ഏതാ വന്നേക്കണേ? അത് വന്നിട്ടില്ല. Past perfect. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വന്നിട്ടില്ല. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടെൻസ് വന്നിട്ടില്ല. അപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു ഈറ്റ് എന്നുള്ളതിന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർത്ത് കഴിഞ്ഞാൽ ഈറ്റൻ കണ്ട. ഇഫ് യു ഹാഡ് കം ടു മൈ ഹോം യു കുഡ് ഹാവ് ഈറ്റൻ വിത്ത് മീ. എന്നോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ട. ഈറ്റ് എന്നുള്ളതിന്റെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, സെന്റൻസ് കറക്റ്റ് ആണ്. നമ്മൾ ഉദ്ദേശിച്ച വുഡ് ഹാവ് എന്ന് സംഗതി വരാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞത് മാത്രം. യെസ്, സാറേ ഞാൻ പറയാം. If you had come to my home, you would have come to my home. യു വുഡ് ഹാവ് You should have come to my home. കം ടു മൈ ഹോം. യെസ്. എന്താണ് ബിനി ഉദ്ദേശിച്ചത് കൊണ്ട് മലയാളത്തിൽ ഒന്ന് പറഞ്ഞ? നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ബിനി. I should have come to my home. അതെല്ലാം വിട്ടോളൂ, അത് കുഴപ്പമില്ല, നോ പ്രോബ്ലം. മലയാളത്തിൽ എന്താണ് ബിനി ഉദ്ദേശിച്ചത്? നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. എന്താണ് മലയാളത്തിൽ ബിനി ഉദ്ദേശിച്ചത് പറഞ്ഞു? അതൊന്ന് പറഞ്ഞു ജസ്റ്റ്. അങ്ങനെയാണ് ഉദ്ദേശിച്ചത് സാറേ. അപ്പൊ രണ്ടാമത്തേല് ആ യു എന്നുള്ളത് മാറ്റിയിട്ട് ഐ പറയുമ്പോഴേ കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, ഇഫ് യു ഹാഡ് കം ടു മൈ ഹോം, ഐ എന്ന് പറയുക ആരംഭിക്കണം. I should have come to ഞാൻ അങ്ങോട്ട് വന്നേനെ. അപ്പൊ രണ്ടാമത്തേലും ക്ലോസിലും ബിനി പറഞ്ഞപ്പോ യു എന്ന് തന്നെ പറഞ്ഞു കേട്ടോ. ഐ എന്ന് പറയുമ്പോ ഓക്കെ, അതാണ് ചോദിച്ചത്. നീ ഇങ്ങോട്ട് പറഞ്ഞോളൂ. ശരിയൊന്നും അറിയില്ല. അതൊന്നും കുഴപ്പമില്ല, നോ പ്രോബ്ലം, പറഞ്ഞോട്ടെ. If you had come to my home, I should have come with your home. കറക്റ്റ് ആണ്. അതിനകത്ത് എന്താ മിസ്റ്റേക്ക്? ഒരു മിസ്റ്റേക്കും ഇല്ല. ഐ ഷുഡ് ഹാവ് കം വിത്ത് യുവർ ഹോം. ടു യുവർ ഹോം എന്നാക്കാം, അല്ലെങ്കിൽ വിത്ത് യു എന്നാക്കണം. നിന്റെ ഒപ്പം വന്നേനെ, അല്ലെങ്കിൽ ടു യുവർ ഹോം. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, യെസ്. ഒരെണ്ണം കൂടി എഴുതിക്കോളൂ. പറഞ്ഞോളൂ അമൃത. Okay, sir. If you had come to my home, I would have spent time with you. വെരി ഗുഡ്. ഐ വുഡ് ഹാവ് സ്പെൻഡ് ടൈം വിത്ത് യു. SPENT ആക്കും. SPEND എഴുതി കഴിഞ്ഞാൽ അത് പ്രസന്റൻസ് ആണ്. ടി പാസ്റ്റ്. ഒരെണ്ണം പറയട്ടെ. If you had come to my home, you could seen my auntie. Yes, very good. You could have seen my auntie. Or you could have seen my grandmother. Very good. ഞാനത് മനസ്സിൽ വിചാരിച്ചതാണ്. അപ്പൊ എന്റെ മനസ്സിൽ വന്നത് വിജയലക്ഷ്മിയാണ് പറഞ്ഞത്. ഓക്കെ, അടുത്തത് എഴുതിക്കോളൂ. If you had met 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 him HIM comma dash. If you had met him comma dash. പൂരിപ്പിച്ചോളൂ. നോക്കിയേ, നീ അവനെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ബാക്കി പൂരിപ്പിക്കാം. If you had met him.
Sir, പറഞ്ഞോളൂ. should come with home. എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ സുരമ്യ ഹാവ് കൂടി ചേർത്ത്. you should have come with home. വിത്ത് ഹോം എന്നുള്ളത് ടു ഹോം എന്നാണ്. To home. Okay. ലേക്ക്. ഓക്കെ കറക്റ്റ് ആണ്. If you had met him, you could have gone for a trip. ഓക്കെ കറക്റ്റ് ആണ്. വെരി ഗുഡ്. If you had met him, you should have solving the problems. You would have solved. ing വേണ്ട, you would have solved. If you had met him, he would have gave the money. You would have paid the money. Okay, very good. ഞാനത് മനസ്സിൽ വിചാരിച്ചല്ല, വന്നിരുന്നെങ്കിൽ പൈസ കൊടുത്തേനെ എന്ന് പറയും എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഈ പ്രാവശ്യം ഞാൻ മനസ്സിൽ വിചാരിച്ച് പറഞ്ഞത് നമുക്ക്. ഓക്കെ, സംഗതി പിടി കിട്ടിയല്ല, സിമ്പിൾ അല്ലേ? വെരി ഗുഡ്. അപ്പോ ഈ ഒരു ക്യാപ്ഷൻ നിങ്ങൾ മറക്കാതിരിക്കുക. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഇഫ് യു ഹാഡ് വർക്ക് യു വുഡ് ഹാവ് പാസ്. അപ്പോ ഇത് മൂന്നോടും കൂടി ഞാൻ ആ കണ്ടീഷൻ സെന്റൻസ് എന്ന് പറഞ്ഞ സംഗതി അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇതിന്റെ അടുത്ത വേറെ സംഗതിയിലോട്ട് പോകാം. പിന്നെ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പറഞ്ഞു കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. സാധാരണ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഓക്കെ ഫാത്തിമത്ത് പറയാറുണ്ട്, ഇത് ബി എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കും, സി എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് അങ്ങനെയൊന്നുമില്ല. കാരണം ഇതെല്ലാം ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇത് നിങ്ങളുടെ ഒരു IQ, നിങ്ങൾക്ക് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ അതിൻ്റെ അകത്തൊക്കെ എവിടേക്കോ വന്നു പോയിട്ടുള്ള സംഗതികളാണ്. അപ്പൊ അതുകൊണ്ട് ഈ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണോ ദാറ്റ് ഈസ് ഇറ്റ്സ് ആൻസർ. അതായിരിക്കും അതിന്റെ ആൻസർ. ഗഹനമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത് എന്താണോ അതായിരിക്കും അതിന്റെ ആൻസർ. യെസ്, പറയട്ടെ. അപ്പൊ ആദ്യം ആൻസർ ടൈപ്പ് ചെയ്യുന്ന 3 പേരെയാണ് ഞാനിവിടെ പരിഗണിക്കുക. ഇതൊരു മത്സരമല്ല, സൗഹൃദ മത്സരം. ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കേട്ടിരുന്നു, നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. അപ്പൊ ഞാനത് 3 പേരെ പരിഗണിക്കാം. ചോദ്യം ഇതാണ്, എ പിക്ചർ. ചോദ്യം റിപ്പീറ്റ് ചെയ്യാം, മലയാളം പറയില്ല, കാരണം നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയുന്നതാണ് ഈ ടെസ്റ്റ്. ഐ വിൽ റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ. എ പിക്ചർ ഈസ് വർത്ത് WORTH, worth dash. A picture is worth dash. ഇവിടെ ആൻസർ കണ്ടു. അമൃത കണ്ടു. അതെല്ലാം കറക്റ്റ് ആൻസർ കേട്ടോ, വേറെയാണ്. A picture is worth dash. അതല്ല അമൃത അടുത്തേ കൂടെയൊക്കെ പോകുന്നുണ്ട്. അതല്ല അമൃത. യെസ്. അപ്പൊ ആരും ഉത്തരം പറയാത്തത് കൊണ്ട് ഉത്തരത്തിലേക്ക് ഞാൻ തന്നെ കിടക്കുകയാണ്. ഡ്രോയിങ് അല്ല. യെസ്, പറയട്ടെ. എ പിക്ചർ ഈസ് വർത്ത് ലൈഫ് റോഷ്നി. എ പിക്ചർ ഈസ് വർത്ത് 8,000 words. 1000 വാക്കുകളേക്കാൾ വിലമതിക്കുന്നതാണ് ഒരു ചിത്രം. ഇതാണ് എൻ്റെ ഒരു സേയിങ് ആണ്. അതായത് ഒരു കൊച്ചുകുട്ടി ബാഗ് പിടിച്ചിട്ട് ഓടുന്ന ഒരു ചിത്രം നമ്മൾ റോഡ് സൈഡിൽ കണ്ടു കഴിഞ്ഞാൽ ഡ്രൈവർക്ക് അറിയാൻ പറ്റും. തൊട്ടടുത്തൊരു ചെറിയ സ്കൂളുണ്ട്, അവിടെ ചെറിയ കുട്ടികളുണ്ട്. ആ കുട്ടികൾ റോഡിന് കുറുകെ ചാടും, വികൃതിയുള്ള കുട്ടികളാണ്. ഇതൊക്കെ പ്രശ്നങ്ങൾ ഇതല്ല. അപ്പൊ 1000 വാക്ക് അത്രയും കാര്യങ്ങൾ അവിടെ എഴുതി വെക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് എന്താണ്? ഒരൊറ്റ ചിത്രമാണ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും ചിലപ്പോൾ ഒരൊറ്റ ചിത്രം കാണിച്ചു കഴിഞ്ഞാൽ 1000 വാക്കുകൾ പറയുന്നതിന്റെ ഇഫക്റ്റ് കിട്ടും. അപ്പൊ ഇതാണ് എ പിക്ചർ ഈസ് വർത്ത് 8,000 words. അടുത്ത്, എവരി ക്ലൗഡ് ഹാസ് എ ഡാഷ്. എവരി ക്ലൗഡ് ഹാസ് എ ഡാഷ്. റെയിൻ അല്ല റോഷിനി, വേറൊരു കാര്യമുണ്ട്. ഷേപ്പ് അല്ല ജീന, വാട്ടർ അല്ല റോഷിനി. എവരി ക്ലൗഡ് ഹാസ് എ ഡാഷ്. ഓക്കെ. സ്റ്റോറി അല്ല റോഷിനി, ഡാർക്ക് അല്ല റോഷിനി. ദീപ ഒന്നുകൂടി ക്ലിയർ ആക്കുക. യെസ്, സംഗതി ഏതാണ്ടൊക്കെ അത് അർത്ഥമില്ല, പക്ഷെ വാക്ക് വരരുത് മാത്രമേ ഉള്ളൂ. ദീപയുടെ ആൻസർ അരിയത്തോടി പോയിട്ടുണ്ട്.
അതിന്റെ ഉത്തരം ഞാൻ പറയാണ്. എവരി ക്ലൗഡ് ഹാസ് അമൃത, യു ആർ റൈറ്റ്. അമൃത ബാബു കേട്ടോ. അമൃതയാണ് ശരി കേട്ടോ. അമൃത അനീഷ് ബാബു സർ. അമൃത ഓക്കെ. വേറെ അമൃത ഉള്ളതിന്റെ പേര് ഞാൻ ലാസ്റ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. യെസ്, ഓക്കെ. അപ്പൊ അമൃത ബാബു പറഞ്ഞാൽ ശരി. സിൽവർ ലൈനിങ് എന്നാണ്. ഓരോ മേഘങ്ങൾക്കിടയിലും ഒരു വെള്ളി വരയുണ്ട്. അത് പറയുന്നത് മേഘം എന്ന് പറയുമ്പോൾ, ക്ലൗഡ് എന്ന് പറയുമ്പോൾ അത് ഇരുട്ട് അല്ലെങ്കിൽ നെഗറ്റീവാണ്. അപ്പോ എത്ര വിഷമിച്ചിരിക്കുകയാണെങ്കിലും ഒരു പ്രതീക്ഷയുടെ ഒരു കിരണം, ആശയുടെ ഒരു കിരണം, പ്രതീക്ഷിക്കാവുന്ന ഒരു സംഗതി എവിടെയുണ്ട്. ഇപ്പൊ ദുഃഖങ്ങൾക്ക് എല്ലാത്തിനും ഒരു സന്തോഷം ഉണ്ടാകും എന്നുള്ളതിന്റെ വേറൊരു വാക്കാണ് എവരി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. നല്ല മഴയുള്ള ദിവസം നിങ്ങൾ കറുത്ത മേഘങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു വെള്ളി വര കാണാം. യെസ്. അടുത്തത്, ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സേഫ് ദാൻ ഡാഷ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സേഫ് ദാൻ ഡാഷ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോട്ടെ, എവിടെയെങ്കിലൊക്കെ നിങ്ങൾക്ക് പ്രയോഗിക്കാം. നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് ഷൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സേഫ് ദാൻ ഡാഷ്. യെസ്. എന്റെ ആൻസർ ആരും പറയാത്തോട് ഞാൻ തന്നെ പറയാണ്, സോറി എന്നാണ്. ഡേഞ്ചർ അല്ല ജീന, സോറി. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സേഫ് ദാൻ ഡാഷ്. ഡാഷ് സോറി. ഓക്കെ, നിങ്ങളോട് ആരെങ്കിലും ഒരു സോറി പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമോ, അവരോട് ക്ഷമ പറഞ്ഞത്. നിങ്ങളുടെ ഒരു ബന്ധുവിനെ ICUവിൽ കയറ്റിയിട്ട് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡോക്ടർ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ഐ ആം സോറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും? ആ സോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അല്ലെ? യെസ്, അതാണ് ഇവിടെ. ടു ബി സേഫ്, എപ്പോഴും സേഫ് ആയിരിക്കുക. ദാൻ സോറി. ഡോക്ടറെ കൊണ്ട് എന്ത് പറയിപ്പിക്കരുത്? സോറി പറയിപ്പിക്കരുത് അല്ലെ? ഇറ്റ് ഈസ് ബെറ്റർ ടു ഫീൽ സേഫ് ദാൻ സോറി. അടുത്തത് സിമ്പിൾ ആണ്. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് dash. Necessity is the mother of dash. Mother of? Necessity is the mother of dash. Deeva, your right answer. Deeva correct answer. Invention ആണ്. Invention കണ്ടുപിടുത്തം. കണ്ടുപിടുത്തം എന്ന് പറയുന്നത് അമൃത ബാബു. കണ്ടുപിടുത്തം എന്ന് പറയുന്നത് അത്യാവശ്യം വരുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേണം ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ. ഓക്കെ, അടുത്തത് പ്രാക്ടീസ് മേക്സ് ഡാഷ്. പ്രാക്ടീസ് മേക്സ് ഡാഷ്. ഓക്കെ. ഫാത്തിമത്ത്, ദീപ, അമൃത പ്രജി. ഫാത്തിമത്ത്, ദീപ, അത് മറ്റേ നമുക്ക് വെറും അമൃത എന്നിട്ടുണ്ട്. അമൃത, ഒന്ന് അമൃത ബാബു, ഒന്ന് അമൃത. ഓക്കെ, പെർഫെക്റ്റ് ആണ്, കറക്റ്റ് ആൻസർ. പ്രാക്ടീസ് വന്നു കഴിയുമ്പോഴാണ് പെർഫെക്റ്റ് ആവുന്നത്. അടുത്തത്, ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ഡാഷ്. ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ഡാഷ്. ആ വാക്ക് വന്നാൽ മതി, ബിഫോർ ഡാഷ്. അതല്ല റോഷിനി? യെസ്, അതിന് വാക്ക് ഇതാണ്. അതിന് പറയാത്തോട് ഞാൻ തന്നെ പറയാണ്, ദേ ഹാച്ച്. ദീപയുടെ പെട്ടെന്ന് വന്നിട്ടുണ്ട്, അപ്പൊ ദീപക്ക് ഞാൻ പരിഗണിച്ചിട്ടുണ്ട് കേട്ടോ. ഹാച്ച് എന്നാണ്. ഹാച്ച് എന്ന് പറഞ്ഞാൽ തന്നെ വിരിയുക. അതായത് മുട്ട നമ്മൾ അടവയ്ക്കില്ലേ, അതിപ്പോ തന്നെ നമ്മൾ എണ്ണരുത്. കോഴിക്കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞുങ്ങളുണ്ടായി, അതിന്റെ കുഞ്ഞുങ്ങളുണ്ടായി, അതിന്റെ അങ്ങനെ അങ്ങനെ പോകരുത്. അതാണ് എനിക്ക് പറയുന്നത്. ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദ ഹാച്ച്. വിരിയുന്നതിന് മുമ്പേ നിങ്ങൾ എണ്ണാൻ ആരംഭിക്കരുത്. യെസ്. അടുത്തത്, ആബ്സെൻസ് മേക്സ് ഹാർട്ട് ഗ്രോ ഡാഷ്. ഇത് ഒരു പക്ഷെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. ആബ്സെൻസ് മേക്സ് ദ ഹാർട്ട് ഗ്രോ ഡാഷ്. ഓ, അതല്ല റോഷിനി, അതിന്റെ വേറൊരു പ്രോവർബാണ്. അതിനൊരു വേറൊരു വാക്കുണ്ട്. ആബ്സെൻസ് മേക്സ് ദ ഹാർട്ട് ഗ്രോ ഡാഷ്. അതിന്റെ ഓപ്പോസിറ്റ് ഒക്കെ ചിന്തിക്കുക.
പ്രസന്റ് അല്ലറിന്റെ എലോൺ അല്ല റോഷിനി? യെസ്. അപ്പൊ ഇതിന്റെ ആൻസർ ഞാൻ തന്നെ പറയുന്നു. വേറെ ആര്? ഓക്കെ. അപ്പൊ ദീപക്കും ഗാഥ രണ്ടുപേർക്ക് തരാട്ടെ. ദീപ ആൻഡ് ഗാഥ. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ദീപയുടെ ആൻസർ വ്യത്യാസമുണ്ട്, എന്നാലും അർത്ഥം സെയിം ആയതുകൊണ്ട് ഞാൻ അത് തന്നാണ്. അതായത് ചില ആളുകളെ നമ്മൾ കാണാതിരിക്കുമ്പോഴാണ് നമ്മൾ എത്രമാത്രം അവരെ സ്നേഹിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു ദിവസം കുറച്ച് ആളുകൾ നമ്മൾ കാണാതിരിക്കേണ്ട ആബ്സെൻസ് വരുമ്പോഴാണ് എത്രമാത്രം നമ്മൾ അവരായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതാണ് പറയുന്നത് ആബ്സെൻസ് മേക്സ് ദ ഹാർട്ട് ഗ്രോ ഫോണ്ടർ ആണ്. FONDER. ലവ് എന്നതിന്റെ അർത്ഥം ഇഷ്ടം എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ദീപക്കും ഗാഥക്കും മറുപടി കൊടുത്തത്. അടുത്തൊരു പ്രോവർബാണ്. ക്യൂരിയോസിറ്റി കിൽഡ് ഡാഷ്. ക്യൂരിയോസിറ്റി കിൽഡ് ഡാഷ്. ക്യൂരിയോസിറ്റി കിൽഡ് ഒരു പ്രോവർബാണ്. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ. നോളജ് അല്ല, ഒന്നും കൂടി പറയും. അപ്പൊ ഞാൻ പറയാം. ക്യൂരിയോസിറ്റി കിൽഡ് ദ ക്യാറ്റ്. CAT ക്യാറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ സമയം കുറവായതുകൊണ്ടും അടുത്ത എനിക്ക് പീരീഡ് ഉള്ളതുകൊണ്ടും എവരി ഡോഗ് ഹാസ് എ ഡാഷ്. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഓക്കെ. അമൃത, ദീപ, ഫാത്തിമത്ത്. അമൃത പ്രജിയാണ്, ദീപ ആൻഡ് ഫാത്തിമത്ത്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. 1 day. ഓക്കെ. ബിനി രാജീവ്. ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് ഗുഡ് തിങ്സ് കം ടു ദോസ് THOUC ഡാഷ്. ഗുഡ് തിങ്സ് കം ടു ദോസ് ഡാഷ്. Good things comes to those dash. അതും ആയില്ല, ശരിയായിട്ടില്ല. ആരുടെയും വന്നിട്ടില്ല, കറക്റ്റ് ആൻസർ വന്നിട്ടില്ല. ഓക്കെ. ഗദ, യു ആർ റൈറ്റ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി. അപ്പോ ഗദക്ക് നമുക്കൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഹൂ വെയിറ്റ് എന്നാണ്, കാത്തിരിക്കുന്നവർക്കാണ് നല്ല അവസരങ്ങൾ വരുന്നത്. ഹൂ വെയിറ്റ് എന്നാണ് ഇതിന്റെ ആൻസർ. WAIT വെയിറ്റ്. ഗുഡ് തിങ്സ് come to those who wait and WAIT wait. Yes. Another question. The grass is always greener dash. The grass is always greener dash. The grass is always greener dash. അതല്ല ബിനി, ആ സെന്റൻസിന്റെ അർത്ഥം നോക്ക്. ഗ്രാസ് ഈസ് ഓൾവേസ് ഗ്രീനർ ഡാഷ്. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. യെസ്. അതായത് നമ്മൾ ഇക്കല്, ഞാൻ ആൻസർ പറയണേ, ഇക്കല് നിൽക്കുമ്പോൾ നമുക്ക് അക്കരെയാണ് പച്ചയെന്ന് തോന്നും. ഒരു പുഴയുടെ അപ്പുറത്ത് അപ്പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ഇപ്പുറത്താണെന്ന് പറയും. അമൃത ബാബുവിന് ഒരു തരാം. ഓൺ ദ അതർ സൈഡ് എന്നാണ് അതിന്റെ ആൻസർ കേട്ടോ. അതർ സൈഡ്, ഓൺ ദി അതർ സൈഡ്. നസ്രത്തും വന്നിട്ടുണ്ട്, റഷീദയും വന്നിട്ടുണ്ട്. നസ്രുത്ത്, റഷീദ. ഓക്കെ 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 ഓക്കെ. യെസ്. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഡോൺ ബൈറ്റ്, BIT, ബൈറ്റ് ദ ഹാൻഡ് ഡാഷ്. ഡോൺ ബൈറ്റ് ദ ഹാൻഡ് ഡാഷ്. വേറെ ആരും വന്നിട്ടില്ല എങ്കിൽ അമൃതയെ പരിഗണിക്കാം. നോക്കട്ടെ കറക്റ്റ് ആൻസർ വരുമെന്ന് നോക്കട്ടെ. ദീപ, ഇറ്റ് ഇസ് എ കറക്റ്റ് ആൻസർ. അതിന്റെ വാക്ക് ഇതാണ്, ഫീഡ്സ് എന്നാണ്. ഫീഡ്സ്. ഓക്കെ ഓക്കെ ഓക്കെ. ഫീഡ്സ്. അമൃത അല്ല, ഇപ്പൊ പ്രജിയല്ലേ പറഞ്ഞത്? ദീപയാണ് പറഞ്ഞത് അല്ലേ? ദീപ. ഓക്കെ ഓക്കെ ഓക്കെ. ദീപ. അപ്പൊ ഏറ്റവും ആദ്യം പറഞ്ഞത് അമൃത പ്രജിയല്ലേ? അമൃതയെ ഞാൻ പരിഗണിച്ചിട്ടുണ്ട്. ഓക്കെ. യെസ്. അപ്പൊ ഞാൻ ചോദ്യങ്ങൾ അവസാനിപ്പിക്കുക. ചോദ്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ പ്രകടനം കുഴപ്പമില്ല. നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കയറി ഷൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറയാം. റഷീദക്ക് 1 point കിട്ടിയിട്ടുണ്ട്. നസ്രത്തിനും 1 point കിട്ടിയിട്ടുണ്ട്. ഗാഥ
2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഫാത്തിമത്ത് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അമൃത പ്രജിക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അമൃത ബാബുവിന് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കേമൻ എന്ന് പറയുന്നത് ദീപയാണ്. ദീപക്ക് 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പോയിന്റ് കിട്ടിയവർക്കും പോയിന്റ് കിട്ടാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ നൽകുകയാണ്. വീണ്ടും നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നമുക്ക് ചോദിക്കാം. അപ്പൊ കണ്ടീഷണൽ സെന്റൻസിൽ അതൊന്ന് ആ ക്യാപ്ഷനായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചത് അത് ഈ ഇവിടുത്തെ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല, അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഉപകാരത്തിൽ കൊള്ളുന്നത്. അതുകൊണ്ട് അതൊന്നും മറക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ട്. സൈൻ ഔട്ട് പറഞ്ഞോളൂ. Thank you, Job sir, for your class, and thank you for your valuable time spent with us. Thank you all, my dear friends, for your attention and cooperation. I sign out this class by speak about water. Every day we waste a lot of water and food. Water in particular is a renewable resource, but it is also limited. We can find, purify and package it, but we can't produce it. No life is possible without water. Saving water means protecting life on earth and gives us the chance to provide food and water for people who don't have enough. Sign out by Sini from Thrissur. ഓക്കെ. ഭാവിയിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതിന്റെ സിനി പറഞ്ഞത് കറക്റ്റ്. ഓക്കെ. Thank you, sir. ഓക്കെ.